കപ്പൽ അപകടം നടന്ന് 4 മാസം കഴിഞ്ഞിട്ടും ദുരിതാശ്വാസമില്ലാതെ മത്സ്യത്തൊഴിലാളികൾ. MSC എൽസ കപ്പൽ അപകടത്തെ പറ്റിയാണ് പറയുന്നത്. കപ്പൽ അധികൃതരിൽ നിന്നും നഷ്ടപരിഹാരവും കിട്ടിയില്ല. ജീവിതം വഴിമുട്ടിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. നഷ്ടപരിഹാര നടപടികളും പാതി വഴിയിലാണ്. ടോപ് 10 സ്പെഷ്യൽ കാണും. MSC എൽസ കപ്പൽ ദുരന്തത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ ദീർഘകാലമായി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളിൽ 80% കുടുംബങ്ങളും നിത്യവൃത്തിക്കായി വരുമാനം തേടുന്നവരും മറ്റ് വരുമാന മാർഗങ്ങൾ ഇല്ലാത്തവരുമാണ്. അവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തുവന്ന പ്ലാസ്റ്റിക് മത്സ്യവളർച്ചയെ തടസ്സപ്പെടുത്തുകയും വലകളും ബോട്ട് എഞ്ചിനുകളും കേടാകുന്നതിന് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേടുപാടുകൾ തീർക്കുന്നതിന് വലിയ രീതിയിലുള്ള പണം ആവശ്യമാണ്. പല കുടുംബങ്ങളും വായ്പയായി എടുത്ത പണം തിരിച്ചടയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലാണ്. പലർക്കും സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന മക്കളുടെ ഫീസ് അടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. എന്നാൽ കപ്പൽ കമ്പനി മത്സ്യത്തൊഴിലാളികളോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നതെന്നും ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നും സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷനും ഗ്രീൻ പീസ് ഇന്ത്യയും പറഞ്ഞു. നിയമ സംവിധാനങ്ങളിലെ പഴുതുകൾ ഉപയോഗിച്ച് കമ്പനി നഷ്ടപരിഹാര തുക കുറയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. അതേസമയം കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കപ്പൽ കമ്പനി 1200 കോടി രൂപ കെട്ടിവെക്കണമെന്ന് ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത അഡ്മിറാലിറ്റി സ്യൂട്ടിലാണ് ഉത്തരവ്. നേരത്തെ 9531 കോടി രൂപ നഷ്ടപരിഹാരമാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. MSC എൽസ കപ്പൽ ഉണ്ടാക്കിയ ദുരിതത്തിൽ നിന്നും കരകയറാനാകാതെ മത്സ്യത്തൊഴിലാളികൾ. വായ്പ എടുത്ത തുക തിരിച്ചടയ്ക്കാൻ പോലും നിവർത്തിയില്ലെന്നാണ് അവർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് ക്ലെയിം നടപടിക്രമങ്ങൾ സർക്കാർ അടിയന്തരമായി ആരംഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചില പ്രതികരണങ്ങൾ കേൾക്കാം. ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവനം നഷ്ടപ്പെടുന്നതായ വല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കന്റിനെയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം കപ്പൽ ഒഴുക്ക് പ്രകാരമാണെന്നുണ്ടെങ്കിൽ കന്റിനെയർ മോയിന്ന് കിടക്കുന്നത് രാവിലെ കാണാൻ പറ്റും, സൂര്യോദയത്തിൽ കാണാൻ പറ്റും, രാത്രി കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒഴുക്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ വള്ളം ഓടിപ്പോകുമ്പോൾ ഈ മപ്പിളർ തട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിൽ സാവറ്റിൻ്റെ കേടുപാട് സംഭവിക്കും. ആ കേടുപാട് സംഭവിച്ചപ്പോൾ അപ്പം തന്നെ ആണെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹീറിൻ്റെ പണി വന്നില്ല എന്നുണ്ടെങ്കിൽ റാഡ പിസ്റ്റൻ്റെ പണി വരും. അത് നാശനഷ്ടമാണ്. പിന്നെ രണ്ടാമതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുകൂടെ കയറി പോകുമെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വള്ളം പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടിപ്പോകുന്ന സമയത്ത് അത് റിപ്പയറിങ് പണി എന്നുള്ളത് ചില സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുതൽ എടുക്കുന്നക്കാലും ഇരട്ടിപ്പണിയാണ് അതിനകത്ത് വരുന്നത്. 2.5 മാസത്തോളം അവർ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നഷ്ടമാണ് ഞങ്ങൾക്ക് വന്നത്. മത്സ്യത്തൊഴിലാളി മക്കൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മക്കളെ പഠിപ്പിക്കാനോ ഒരു അസുഖത്തിനോ ഒരു ഗതികളും ഇല്ലാതെ മക്കളൊക്കെ നക്ഷത്രക്കാലെണ്ണുകയാണ്. ദുരിതം അനുഭവിക്കണം. മക്കളൊക്കെ ദുരിതത്തിലാണ് കഴിയുന്നത്. അവർ ഇപ്പോൾ കടലിൽ ഇറങ്ങിയിട്ട് ഈ മറിഞ്ഞ കണ്ടെയ്നർ അലക്ഷ്യമായിട്ട് ഒഴുകുന്നതൊക്കെ കടലിനടിയിൽ ഇത് എടുത്തു മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതിനുവേണ്ടിയുള്ള ചില നടപടികൾ ആരംഭിച്ചുവെങ്കിലും അതൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇതുമൂലം മത്സ്യബന്ധനം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. എവിടെയൊക്കെ മത്സ്യബന്ധനം നടത്തുന്നു അവിടെയൊക്കെ വലകളാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കടലേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇത് സർക്കാർ നേരെ നമ്മളെ നോക്കിയാൽ മാത്രമേ തീരദേശം നിർത്താൻ പറ്റത്തുള്ളൂ. നഷ്ടമുള്ളവർക്ക് അതൊക്കെ തീർത്തു കൊടുക്കണം. തീർത്താലേ കാര്യം നടക്കത്തുള്ളൂ. നമുക്ക് എൻ്റെ കയ്യും കാലം ഉണ്ടെങ്കിൽ എൻ്റെ മക്കളെ പോറ്റി വളർത്താൻ പറ്റുമല്ലോ, എൻ്റെ മക്കളെ പഠിപ്പിക്കണം. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, മാസങ്ങളായി ഈ പ്രതിസന്ധി ഉണ്ടായിട്ട് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം മത്സ്യത്തൊഴിലാളികളെ സാരമായി ബാധിച്ചു എന്നുള്ളത് നിരവധി റിപ്പോർട്ടുകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും അത് കൂടുതൽ മനസ്സിലാവുകയാണ്. പ്രധാനമായും ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇവരുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുക? മെയ് 24-ലാണ് MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ ഇത്തരത്തിൽ ഈ കടലിൽ മുങ്ങുന്നത്. അതിനുശേഷം വളരെയധികം ഒരു പ്രതിസന്ധിയാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയ്ക്കും ഉണ്ടായിരുന്നത്. മെഡിറ്ററേനിയൻ കമ്പനി 1997 നിർമ്മിച്ച കപ്പലാണ് ഈ MSC എൽസ 3 എന്ന് പറയുന്നത്. പക്ഷേ ഈ കപ്പൽ മുങ്ങിയതിനു ശേഷം വളരെയധികം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് മത്സ്യമേഖലയെ തന്നെയാണ്. ആ സമയങ്ങളിലൊക്കെ ഈ കപ്പൽ മുങ്ങിയ സമയങ്ങളിലൊക്കെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടായിരുന്നു. ഒപ്പം ഈ മത്സ്യമേഖലയ്ക്ക് തന്നെ വളരെയധികം പ്രതികൂലമായൊരു സാഹചര്യമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഈ മത്സ്യത്തൊഴിലാളികളിൽ അതിനുശേഷവും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യം വിൽപ്പനയ്ക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മത്സ്യത്തിൽ വിഷാംശം കലർന്നിരിക്കാം എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ അന്ന് ഉയർന്നു വന്നിരുന്നു. അതുമുതൽ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെ ഈ കപ്പൽ മുങ്ങിയിട്ടുള്ള ഈ കപ്പൽ ഛേദം വളരെയധികം പ്രതികൂലമായി ബാധിച്ചിരുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷവും ഈ ഒരു പ്രതിസന്ധിക്ക് അന്ന് അവർക്കുണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടത്തിന് ഒരു പരിഹാരമായിട്ടില്ല
എന്നുള്ളതാണ്. ഈ നഷ്ടപരിഹാര തുക, ഈ കമ്പനി നഷ്ടപരിഹാര തുക നൽകണമെന്നും സർക്കാർ ആ നഷ്ടപരിഹാര തുക വാങ്ങിച്ചു നൽകണമെന്നുമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. പക്ഷേ കമ്പനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് നഷ്ടപരിഹാര തുക കുറച്ചു കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ കമ്പനി തങ്ങൾക്ക് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഈ ബാധ്യത നികത്താനാവുന്ന തരത്തിലുള്ള നഷ്ടപരിഹാര തുക നൽകുന്നില്ല. അതിൽ നിന്നും കമ്പനി അത്തരത്തിലൊരു വളരെ കുറഞ്ഞ തുകയാണ് നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പറയുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഇവർ ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇനിയും ഈ നഷ്ടപരിഹാര തുക നൽകിയില്ലെങ്കിൽ വളരെ വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക്, സാമ്പത്തിക ബാധ്യതയിലേക്ക് ഈ മത്സ്യമേഖല അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ കടക്കുമെന്നുള്ളതാണ്. പ്രധാനമായും ഈ നഷ്ടപരിഹാര തുക എത്രയും പെട്ടെന്ന് സർക്കാർ വാങ്ങിച്ചു നൽകണമെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്.